ഹായ് ഓൾ, ഇന്ന് നമ്മൾ വൊലെ സോയിങ്ക എഴുതിയിരിക്കുന്ന സിവിലിയൻ ആൻഡ് സോൾജർ എന്ന പോയമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു പോയത്തിൻ്റെ കോണ്ടെക്സ്റ്റ് നൈജീരിയൻ സിവിൽ വാറാണ്. ഇതിൽ പറഞ്ഞു പോയിരിക്കുന്നത് പ്ലൈറ്റ് ഓഫ് ദ സിവിലിയൻസ് ഇൻ എ വാർ ടോൺ പോസ്റ്റ് കൊളോണിയൽ കൺട്രി. ഈ പോയത്തിൻ്റെ സ്പീക്കർ ഒരു സിവിലിയൻ ആണ്. സിവിലിയൻ ഇൻ ദ സെൻസ് ആ സിവിലിയൻ്റെ പ്രേതമാണ്, അപ്പാരിഷൻ ആണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഈ പോയത്തിൽ സർറിയലിസ്റ്റിക് എലമെൻറ്റ്സ് കടന്നു വരുന്നുണ്ട്. അതായത് റിയാലിറ്റിയിൽ ഇങ്ങനെ ഒരു പ്രേതം വന്ന് സോൾജറിനോട് സംസാരിക്കുക എന്നത് പോസിബിൾ ആയിട്ടുള്ള കാര്യമില്ല. അപ്പോൾ ഇതൊരു സർറിയലിസ്റ്റിക് ആയിട്ട് പറഞ്ഞു പോകുന്നതാണ്. പിന്നെ ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റാൻസയിൽ ഈ ആഫ്റ്റർ ലൈഫിനെ പറ്റിയിട്ടൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സർറിയലിസം വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞത്. അപ്പം അതൊക്കെയാണ് ഈ പോയത്തിനോടുള്ളൊരു ഇൻട്രൊഡക്ഷൻ. നമുക്കിനി പോയത്തിലേക്ക് പോകാം. My apparition rose from the fall of lead, declared I am a civilian. It only served to aggravate your fright. For how could I have risen, a being of this world, in that hour of impartial death? And I thought also, nor is your quarrel of this world. ഇവിടെ പറയുന്നത് സോൾജേഴ്സിൻ്റെ റൈഫിളുകളിൽ നിന്നും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർഷിച്ചുകൊണ്ടേയിരിക്കുന്ന ആ ബുള്ളറ്റിൻ്റെ മഴ, അല്ലെങ്കിൽ ആ ഒരുപാടായിട്ട് ബുള്ളറ്റുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അതിലൊന്ന് ഏറ്റിട്ട് ഇതാ എൻ്റെ ശരീരം ഇവിടെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ അപ്പാരിഷൻ റോസ് ചെയ്യുന്നു എന്ന് സിവിലിയൻ പറയുകയാണ്. അപ്പാരിഷൻ എന്നാൽ ഒരു ഗോസ്റ്റ്ലി ഫിഗർ, ആത്മാവ്, പ്രേതം എന്നൊക്കെ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ ഒരു ബുള്ളറ്റ് ഏറ്റ് മരിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ ശരീരത്തിൽ നിന്നും എൻ്റെ പ്രേതം ഇതാ റോസ് ചെയ്യുന്നു. അങ്ങനെ റോസ് ചെയ്തിട്ട് ആ പ്രേതം സോൾജറിനോട് പറയാണ്, ഐ ആം എ സിവിലിയൻ, ഞാനൊരു സിവിലിയനാണ്. താങ്കൾ ഉൾപ്പെടുന്ന അതേ രാജ്യത്ത് തന്നെയാണ് ഞാനും ജീവിച്ചിരുന്നത് എന്ന് പറയുന്നു. അപ്പം ആ ഒരു ഡിക്ലറേഷൻ സോൾജറിനെ പിടിച്ച് കുലുക്കി. അതായത് സോൾജറിൻ്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്ന ഭയത്തെ പ്രൊവോക്ക് ചെയ്തു ആ ഒരു ഡിക്ലറേഷൻ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ അതിനെ തുടർന്ന് സോൾജർ അങ്ങ് ദേഷ്യം വന്നു സോൾജറിന്. എന്നിട്ടോ തൻ്റെ തോക്ക് ഉപയോഗിച്ച് ഈ പ്രേതത്തെ അടിച്ചൊതുക്കാനായിട്ട് ശ്രമിച്ചു സോൾജർ. പക്ഷെ നടക്കുന്നില്ല. എന്നിട്ട് ആ ഒരു ടൈമിൽ സിവിലിയൻ ഒരു ചോദ്യം ചോദിക്കുകയാണ്, താങ്കളൊരു വലിയ സോൾജറാണ്, ഞാനൊരു സാധാരണക്കാരനായ മനുഷ്യനും. അപ്പോൾ എന്നെപ്പോലെയുള്ള ഒരു സാധാരണക്കാരൻ്റെ പ്രേതം നിങ്ങളെപ്പോലുള്ളൊരു സോൾജറിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യാൻ ഇങ്ങനെ റോസ് ചെയ്ത് വന്നതിൻ്റെ കാരണം നിങ്ങൾക്കറിയാമോ? കാരണം അധികാരികളുടെ ആ ഓർഡറാണ് നിങ്ങൾ ഫോളോ ചെയ്യുന്നത്. ഞങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുള്ള ആ അധികാരികൾ തന്നെ ഞങ്ങൾക്കെതിരെ ഓർഡറുകൾ പുറപ്പെടുവിക്കുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരെ കൊന്നത് എന്ന് ഞങ്ങൾക്കറിയാം. അപ്പോൾ ഞങ്ങളെപ്പോലെയുള്ള സാധാരണക്കാരുടെ ആ പ്രേതങ്ങൾ ഉയർത്തെഴുന്നേൽക്കേണ്ടതായിട്ട് വരും. സ്വന്തമായിട്ട് സംരക്ഷിക്കാൻ, ഞങ്ങളെ അപകടത്തിൽ നിന്ന് പ്രതിരോധിക്കാൻ ഞങ്ങൾ തന്നെ മുമ്പോട്ട് വരേണ്ട ഒരു കാലമാണ്. ഇൻ ദാറ്റ് അവർ ഓഫ് ഇമ്പാർഷ്യൽ ഡെത്ത്, അതായത് ഒരു ദയാദാർക്ഷിണ്യവും ഇല്ലാതെ അധികാരികൾ ഇങ്ങനെ ഓർഡർ വിട്ടുകൊണ്ടേയിരിക്കുകയാണ്. ആ ഓർഡർ പാലിക്കുക എന്ന കർത്തവ്യം സോൾജേഴ്സിനുള്ളത് കൊണ്ടാണ് ഇവരുടെ നാട്ടിലെ തന്നെ സിവിലിയൻസിനെ ഒക്കെ കൊല്ലേണ്ടി വരുന്നത് ഇവർക്ക്. അപ്പം ആ ഒരു ടൈമിൽ ഇങ്ങനെ ഉള്ള ഒരു ദയയും കൂടാതെ സാധാരണക്കാരായ മനുഷ്യരെ കൊന്നൊടുക്കുമ്പോൾ അങ്ങനെയുള്ള മനുഷ്യരുടെ പ്രേതങ്ങൾ റോസ് ചെയ്തിട്ട് സ്വയം സംരക്ഷിക്കാൻ എന്നോണം ഈ സോൾജേഴ്സിനെ ഫൈറ്റ് ചെയ്യാൻ വരുന്നതാണ്. എന്നിട്ട് ഇവിടെ പറയാണ്, ആൻഡ് ഐ തോട്ട് ഓൾസോ നോർ ഈസ് യുവർ ക്വാറൽ ഓഫ് ദിസ് വേൾഡ്. എന്നിട്ട് സോൾജറിനോട് സിവിലിയൻ പറയും, ഇത് നിങ്ങളുടെ പേഴ്സണൽ റിവെഞ്ചിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതല്ലെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ വേണമെന്ന് വെച്ച് ഞങ്ങളെ കൊന്നതല്ലെന്ന് ഞങ്ങൾക്കറിയാം. ഇതുകൊണ്ടൊന്നും നേടാനില്ലെന്നും ഞങ്ങൾക്കറിയാം. ആരുടെ പ്രശ്നമാണ്? അധികാരികളുടെ പ്രശ്നമാണ്. അധികാരികളുടെ ആ അധികാരത്തോടുള്ള ഭ്രമത്തിൻ്റെ പേരിൽ അവരിറക്കുന്ന ഓർഡേഴ്സിൻ്റെ പ്രശ്നമാണിത്. അല്ലാതെ നിങ്ങളുടെ ഭാഗത്ത് അല്ല കുറ്റം എന്ന് ഞങ്ങൾക്കറിയാമെന്ന് സിവിലിയൻ പറയുന്നു. അപ്പോൾ ഇവിടെ സിവിലിയനെ നമുക്കൊരു ദയാലുവായ ഒരു മനുഷ്യനായിട്ട് കാണാം. സിവിലിയൻ പൂർണ്ണമായിട്ട് തന്നെ കൊന്ന സോൾജറിനെ കുറ്റപ്പെടുത്തുന്നില്ല. അത് സോൾജർ ഓർഡർ ഫോളോ ചെയ്തതിൻ്റെ ഭാഗമാണ് എന്ന് പറയുന്നതേ ഉള്ളൂ. അധികാരികളെയാണ് ഇവിടെ കുറ്റപ്പെടുത്തുന്നത്. പക്ഷേ സോൾജർ ഇവിടെ വളരെ ഹാർഷായിട്ടാണ് ഈ സിവിലിയൻ്റെ പ്രേതത്തിനോട് പെരുമാറുന്നത്. അടിച്ചോടിക്കാനൊക്കെയാണ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു കമ്പാരിസൺ വരുന്നുണ്ട്. ഇവിടെ അപ്പാരിഷൻ എന്ന് കൊടുത്തിട്ടില്ലേ, അത് ഹോണ്ടിങ് എഫക്ട്സ് ഓഫ് വാറിൻ്റെ സൂചകമാണ്. ഇറ്റ്സ് ലിറ്ററലി എ ഗോസ്ലി ഇമേജ് ഓഫ് വാർ ആൻഡ് അപ്രോച്ചിങ് ഡെത്ത്. ഈ അപ്പാരിഷൻ എന്ന് പറയുന്നത് ആ യുദ്ധത്തിൻ്റെ എല്ലാ തീവ്രതയും കാണിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന ഒരു വാക്കാണ്. You stood still for both eternities, and oh, I heard the lesson of your training sessions, cautioning, scorch earth behind you, do not leave a dubious neutral to the rear. Reiteration of my civilian quandary, borrowing earth from the lead festival of your more eager friends, worked the woes on your confusion. And when you brought the gun to bear on me, and death twitched me gently in the eye, your plight and all of you came clear to me. ഇവിടെ സിവിലിയൻ പറയാണ്, യു സ്റ്റുഡ് സ്റ്റിൽ ഫോർ ബോത്ത് എറ്റേണിറ്റീസ്. സോൾജറിനോട് പറയാണ്, നിങ്ങളിവിടെ സ്റ്റില്ലായിട്ട് നിൽക്കുകയാണ്.
അല്ലെങ്കിൽ സോൾജർ ഇപ്പോൾ വളരെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലാണ് നിൽക്കുന്നത്. അദ്ദേഹം വളരെ ഹെസിറ്റൻ്റ് ആണ്. ആളുകളെ സിവിലിയൻസിനെ കൊല്ലുക എന്ന ആ ഒരു കാര്യത്തിനോട് വളരെ ഒരു ഹെസിറ്റേഷൻ ആർക്കുണ്ട്? സോൾജറിനുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് കൊല്ലാതിരിക്കാൻ ഒരു മാർഗ്ഗവുമില്ല. കാരണം അദ്ദേഹത്തിൻ്റെ ട്രെയിനിങ് സെഷൻസിൽ എന്താണ് പഠിപ്പിച്ചേക്കുന്നത്? ഒരു ഹെസിറ്റേഷനും കൂടാതെ എങ്ങനെയാണ് ഒരാളെ കൊല്ലുക എന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. സംശയം തോന്നുന്ന എല്ലാവരെയും കൊന്നുകളയണം എന്നാണ് അവരെ ട്രെയിനിങ്ങിൽ പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. ഈ ആ ഒരു അപ്രോച്ചിങ് ഡേഞ്ചറിനെയും അഗ്രഷനെയും ഒക്കെ ഒപ്രസ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് സംശയം തോന്നുന്ന എല്ലാവരെയും കൊന്നുകളയണം എന്നാണ് അവരെ പഠിപ്പിച്ചേക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ദേ ആർ വെൽ ട്രെയിൻഡ് ടു കിൽ പീപ്പിൾ വിത്തൗട്ട് എനി ഹെസിറ്റേഷൻ എന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിലും ചില സന്ദർഭങ്ങളിൽ സോൾജേഴ്സിന് ഒരു ചെറിയ അനുകമ്പയൊക്കെ തോന്നും. കാരണം തൻ്റെ തന്നെ നാട്ടിലുള്ള സിവിലിയൻസിനെ താൻ തന്നെ കൊല്ലുന്നു, അല്ലെങ്കിൽ അത് ശരിയാണോ എന്നുള്ള ഒരു ചിന്ത അവരുടെ മനസ്സിലേക്ക് ഒരു നിമിഷത്തേക്ക് വന്നിട്ട് അവർ സ്റ്റില്ലായി പോകുന്നു. പക്ഷേ അവരെ പഠിപ്പിച്ചേക്കുന്ന ആ ട്രെയിനിങ് ലെസൺസ് ഒക്കെ ഓർക്കുമ്പോൾ അവർ വീണ്ടും കോഷ്യസ് ആവുകയാണ്. അവർ ഹെസിറ്റേഷനൊക്കെ മറന്നിട്ട് ആളുകളെ ആ ഡേഞ്ചർ സപ്രസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സംശയത്തിൻ്റെ പുറത്ത് കുറേ പേരെ കൊല്ലുകയാണെന്നാണ് പറയുന്നത്. ഡു നോട്ട് ലീവ് എ ഡുബിയസ് ന്യൂട്രൽ ടു ദ റിയർ. സംശയാസ്പദമായിട്ട് ആരെയൊക്കെ കണ്ടാലും അവരെ ഒന്നും വെറുതെ വിടാതെ എല്ലാവരെയും കൊല്ലണം എന്നാണ് പറഞ്ഞു പഠിപ്പിച്ചേക്കുന്നത്. അതുകൊണ്ടാണ് ഇവർ കൊന്നു തള്ളുന്നത്, അല്ലാതെ ഇവരുടെ പേഴ്സണൽ ഇഷ്ടം കൊണ്ടല്ല. സ്കോച്ച് എർത്ത് ബിഹൈൻഡ് യു എന്നൊരു യൂസേജ് ഇവിടെ വന്നിട്ടുണ്ട്. അതിനർത്ഥം ഡിസ്ട്രക്ഷൻ എന്നാണ്. ആ വാറ് മുമ്പോട്ട് വെക്കുന്ന ഡിസ്ട്രക്ഷനെയാണ് ഇവിടെ സ്കോച്ച് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിച്ചേക്കുന്നത്. പിന്നെ ഡുബിയസ് ന്യൂട്രൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോൾജേഴ്സ് ചില സന്ദർഭങ്ങളിൽ ചില സിവിലിയനെ കാണുമ്പോൾ ഇവർ ഏത് ഭാഗത്തുള്ളവരാണെന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലെത്തും. എനിമി ആണോ അതോ ഇവരുടെ രാജ്യത്ത് തന്നെയുള്ള സിവിലിയൻ ആണോ എന്ന ആ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിലെത്തും. അപ്പം അങ്ങനെ സംശയം തോന്നുന്ന ആൾക്കാരെ വരെ ഒരു ദയയും കൂടാതെ കൊന്നു കളയാനാണ് മേലധികാരികളുടെ ആ ഒരു ഓർഡർ. അതിൻ്റെ പേരിൽ ഇവർ അങ്ങ് കൊല്ലുകയാണെന്നാണ് പറയുന്നത്. അവർ ഒരു നിമിഷത്തേക്ക് ഷൂട്ട് ചെയ്യാൻ ഹെസിറ്റേറ്റ് ചെയ്യുമെങ്കിലും ഈ ട്രെയിനിങ് സെഷൻസിൻ്റെ ലെസൺസ് ഓർത്തിട്ട് അവർ ഇങ്ങനത്തെ ആളുകളെ ഡുബിയസ് ന്യൂട്രലിനെ വരെ കൊല്ലുകയാണെന്നാണ് പറയുന്നത്. സംശയത്തിൻ്റെ പുറത്ത് ആരെയും വെറുതെ വിടരുതെന്ന്. അങ്ങനെ വെറുതെ വിട്ടാൽ വീണ്ടും ഡേഞ്ചർ വരും. അപ്പോൾ ആ ഡേഞ്ചർ വരാതിരിക്കാൻ അഗ്രഷൻ കുറയ്ക്കുക എന്ന ആ ഒരു ഉദ്ദേശത്തിലാണ് ഇവർ കൊല്ലുന്നത്. നിങ്ങളുടെ ഈഗർ ഫ്രണ്ട്സ് ലെഡ് ഫെസ്റ്റിവൽ തന്നെ കൊണ്ടാടുക എന്നാണ് പറയുന്നത്. ലെഡ് ഫെസ്റ്റിവൽ എന്നാൽ ആ ഒരു ഫയറിങ് കണ്ടിന്യൂസ് ആയിട്ട് ആ ബുള്ളറ്റുകളുടെ ആ ഒരു മഴ പോലെ പെയ്തിറങ്ങുവാണ് ബുള്ളറ്റുകൾ. അതിനാണ് ഇവിടെ ലെഡ് ഫെസ്റ്റിവൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റിപ്പീറ്റഡ് ഫയറിങ് അതിനെയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളുടെ ഈഗർ ഫ്രണ്ട്സിൻ്റെ ഈ റിപ്പീറ്റഡ് ഫയറിങ് കാരണം എത്രയെത്ര സിവിലിയൻസ് ആണ് ഇവിടെ മരിച്ചു വീണുകൊണ്ടിരിക്കുന്നത്. ആ റീട്രേഷൻ ഓഫ് മൈ സിവിലിയൻ ക്വാണ്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ റിപ്പീറ്റഡ് ഡെത്താണ്, സിവിലിയൻസിൻ്റെ റിപ്പീറ്റഡ് ഡെത്തിനെ ഇവിടെ കാണിക്കുന്നത്. അപ്പം മല പോലെ ഇങ്ങനെ കുന്നുകൂടുകയാണ് സിവിലിയൻസിൻ്റെ ഡെഡ് ബോഡി. അപ്പോൾ അങ്ങനെയുള്ള സിവിലിയൻസിനെ അടക്കം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവരുടെ സുഹൃത്തുക്കളായ സിവിലിയൻസ് എർത്തിൽ കുഴിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ അത്രയ്ക്ക് ദാരുണമായ ഒരു കാഴ്ചയാണ് ആ യുദ്ധഭൂമിയിൽ കാണാനായിട്ട് സാധിക്കുക. ഈ സംശയത്തിൻ്റെ പേരിലാണ് ഇവരെയൊക്കെ കൊല്ലുന്നത്. സത്യത്തിൽ അവരൊക്കെ എനിമീസ് ആണെന്നൊന്നും അറിഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ചിലപ്പം സ്വന്തം നാട്ടിലെ സിവിലിയൻസ് തന്നെ ആയിരിക്കും. പക്ഷേ സോൾജേഴ്സിൻ്റെ ആ ഒരു കൺഫ്യൂഷൻ്റെ പുറത്താണ് ഇത്രയും സിവിലിയൻസിനെ കൊന്നു തള്ളുന്നത്. When you brought the gun to bear on me and death twitched me gently in the eye, your plight and all of you came clear to me. അപ്പോൾ പറയാണ്, നിൻ്റെ ആ ഒരു തോക്ക് എൻ്റെ നേരെ ചൂണ്ടിയപ്പോൾ എൻ്റെ കൺമുൻപിൽ ഞാൻ മരണം കാണുമായിരുന്നു എന്ന് സിവിലിയനോട് പറയാം. പക്ഷെ ആ സമയത്തും മരണത്തെ നേരിൽ കാണുന്ന ആ ഒരു സന്ദർഭത്തിലും നീ കടന്നു വരുന്ന പ്ലൈറ്റ് ഏതാണെന്ന് എനിക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലായി എന്ന് സോൾജറിനോട് പറയാം. അതായത് ഇവിടെ ഇത്രേ ഉദ്ദേശിക്കുന്നുള്ളൂ. സോൾജേഴ്സ് ഇങ്ങനെ ബ്രൂട്ടലായിട്ട് പെരുമാറുന്നത്, ഇങ്ങനെ ഹാർഷായിട്ട് പെരുമാറുന്നത് അവരുടെ പേഴ്സണൽ റിവെഞ്ച് കൊണ്ടാണോ? അല്ല, മറിച്ച് അവർക്ക് കിട്ടിയ ആ ട്രെയിനിങ് സെഷൻസിൻ്റെ ഭാഗമായിട്ടും മേലധികാരികളുടെ ഓർഡേഴ്സിൻ്റെ ഫലമായിട്ടുമാണ് ഇവർ ഇങ്ങനെ പെരുമാറുന്നത്. അതുകൊണ്ട് ഇവിടെ സിവിലിയൻ സോൾജറിനെ ഡയറക്റ്റ് ബ്ലെയിം ചെയ്യുന്നില്ല. ദ ഹയർ അതോറിറ്റീസ് ഓർഡർ ആൻഡ് കമാൻഡ്മെൻറ്റ് കമ്പൽ ഹിം ടു കിൽ ദ സിവിലിയൻസ്, അല്ലെങ്കിൽ കിൽ ദോസ് പീപ്പിൾ. ഈ സംശയമുള്ള പീപ്പിളിനെ ഒക്കെ കൊന്നു കളയുക എന്നത് അതോറിറ്റി പറഞ്ഞതാണ്, അല്ലാതെ സോൾജറിൻ്റെ തനിഷ്ടത്തിനല്ല എന്നാണ് ഇവിടെ വീണ്ടും ആര് പറയുന്നത്? സിവിലിയൻ പറയുന്നത്. അപ്പോൾ സിവിലിയൻ സോൾജറിനെ കുറ്റപ്പെടുത്തുന്നില്ല, മറിച്ച് ചില സത്യങ്ങൾ വിളിച്ചു പറയുന്നു എന്നേ ഉള്ളൂ. നിങ്ങളിങ്ങനെ സംശയത്തിൻ്റെ പേരിൽ കൊന്നു കളയുന്ന എല്ലാവരും ഒന്നും എനിമീസ് അല്ലെന്ന് നിങ്ങൾ മനസ്സിലാക്കൂ. ഈ ഞാനും നിങ്ങളുടെ രാജ്യത്തിൻ്റെ ആൾ തന്നെയായിരുന്നു, എന്നിട്ടും നിങ്ങൾ എന്നെ കൊന്നു കളഞ്ഞില്ലേ എന്ന് ചോദിക്കുന്നു എന്നുള്ള, അല്ലാതെ അത് കുറ്റപ്പെടുത്തലല്ല, സത്യം വിളിച്ചു പറയുന്നത് പോലെ പറയാണ്. I hope someday, intent upon my trade of living, to be checked in stride by your apparition in a trench, signaling I am a soldier. No hesitation then, but I shall shoot you clean and fair. With meat and bread, a gourd of wine, a bunch of breasts from either arm, and that long question, do you friend even now know what it is all about? ഇതിലെ ആദ്യ ഭാഗത്തെ, അതായത് ഐ ഹോപ്പ് സംഡേ മുതൽ
ഐ ആം എ സോൾജർ വരെയുള്ള ആ വരികൾ കുറച്ച് കൺഫ്യൂസിങ് ആയിട്ട് നിൽക്കുന്ന വരികൾ. അത് നമ്മുടെ പലർക്കും അത് വായിച്ചാൽ പല രീതിയിലാണ് മനസ്സിലാവുക. എനിക്കിത് വായിച്ചിട്ട് മനസ്സിലായത് എന്താണെന്ന് വെച്ചാൽ, ഒരു ദിവസം ഈ സിവിലിയനെ കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ സോൾജറിൻ്റെ പ്രേതം നടക്കുന്നതായിട്ട് സിവിലിൻ്റെ പ്രേതം കാണുന്നു. അതായത് ആഫ്റ്റർ ലൈഫിനെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ട്രേഡ് ഓഫ് ലിവിങ് എന്നാൽ സിവിലിയൻ്റെ ഡെത്ത്, സിവിലിയൻ്റെ മരണം എന്നാണ് അർത്ഥം. അപ്പാരിഷൻ ഇൻ എ ട്രഞ്ച് എന്ന് പറഞ്ഞാൽ സോൾജറിൻ്റെ ഗോസ്റ്റ്. അപ്പോൾ സോൾജറിൻ്റെ ഗോസ്റ്റ് എന്ന് പറയുമ്പോൾ സോൾജർ ഓൾറെഡി മരിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ മരണത്തിന് ശേഷം ആഫ്റ്റർ ലൈഫിൽ പോലും സിവിലിയനെ കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുന്ന സോൾജറിൻ്റെ പ്രേതത്തെ ഞാൻ കാണാനിടയായാൽ, ആസ് എ സിവിലിയൻ ഞാൻ കാണാനിടയായാൽ എന്നാണ് പറയുന്നത്. അപ്പോൾ ആഫ്റ്റർ ലൈഫിൽ ഈ സിവിലിയൻ്റെ പ്രേതവും സോൾജറിൻ്റെ പ്രേതവും തമ്മിൽ കണ്ടുമുട്ടാൻ ഇടയായാലത്തെ ഒരു കാര്യമാണ് പറയുന്നത്. അങ്ങനെയാണ് എനിക്കിത് വായിച്ചിട്ട് മനസ്സിലായത്. സിഗ്നലിംഗ് ഐ ആം എ സോൾജർ. അപ്പോൾ സോൾജറിൻ്റെ പ്രേതം താനൊരു സോൾജറാണെന്ന് സിഗ്നൽ ചെയ്യുവാന്നാണ് പറയുന്നത്. സിഗ്നൽ ചെയ്യാൻ പറഞ്ഞാൽ ഓഫ് കോഴ്സ് അയാളുടെ കയ്യിൽ ഒരു തോക്കുണ്ടാവും അല്ലേ. അപ്പോൾ സിവിലിയനെ കൊല്ലുക എന്ന ഉദ്ദേശത്തിൽ ഇങ്ങനെ നടക്കുന്ന ആ സോൾജറിൻ്റെ പ്രേതം സിവിലിയൻ്റെ നേരെ തോക്കുയർത്തുന്നു. അപ്പോൾ ആ സമയത്തിൽ ഒരു ഹെസിറ്റേഷനും കൂടാതെ എന്ത് ചെയ്യുമെന്നാണ് പറയുന്നത്, നോ ഹെസിറ്റേഷൻ ദെൻ ബട്ട് ഐ ഷാൽ ഷൂട്ട് യു ക്ലീൻ ആൻഡ് ഫെയർ. ഇതൊരു വായനയിൽ വായിച്ചാൽ നമുക്ക് തോന്നും ഒരു ഹെസിറ്റേഷനും കൂടാതെ ഞാൻ നിങ്ങളെ കൊന്നു കളയുന്ന സിവിലിയൻ്റെ പ്രേതം പറയുവാന്ന്. പക്ഷേ ഇത് അങ്ങനെയല്ല കേട്ടോ എൻ്റെ മീനിങ്. ഇത് സത്യത്തിൽ ഒരു മെറ്റഫറിക്കൽ യൂസേജ് ആണ്. ദാറ്റ് സിംപ്ലി ഡസൻ മീൻ കില്ലിങ്. ഇവിടെ കൊല്ലുക എന്നല്ല അർത്ഥം. ഷൂട്ട് യു ക്ലീൻ ആൻഡ് ഫെയർ എന്ന് പറഞ്ഞാൽ ഞാൻ നിങ്ങളെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നേ അർത്ഥമുള്ളൂ. സിവിലിയനെ സോൾജർ കൊന്നതുപോലെ സോൾജറിൻ്റെ പ്രേതത്തെ കണ്ട ഒരിക്കലും ഞാൻ ഒരു സിവിലിയൻ എന്ന നിലയ്ക്ക് ഞാൻ നിങ്ങളെ ഉപദ്രവിക്കില്ല, മറിച്ച് ഞാൻ നിങ്ങളെ ക്ലീൻ ആൻഡ് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യും. എന്തൊക്കെ തന്നിട്ട്? ഞാൻ നിങ്ങൾക്ക് മീറ്റ് തരും, ബ്രെഡ് തരും, ഗോഡ് ഓഫ് വൈൻ തരും, ബെഞ്ച് ഓഫ് ബ്രസ് 2 കൈകളിലും നിറച്ച് തരും. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആ സോൾജറിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യും സിവിലിയൻ എന്നാണ്. സിവിലിയന് ഒരു ദേഷ്യവും ഇല്ല, ഞാൻ നന്നായിട്ട് മനുഷ്യത്വത്തോടെ നിങ്ങളോട് പെരുമാറുള്ളൂ. എന്നിട്ട് നിങ്ങളുടെ മുൻപിലേക്ക് ഞാനൊരു ചോദ്യം കൂടെ തരും. ആൻഡ് ദാറ്റ് ലോങ് ക്വസ്റ്റ്യൻ എന്നാണ് പറഞ്ഞേക്കുന്നത്. എന്താണ് ആ ചോദ്യം? ഡു യു ഫ്രണ്ട് ഈവൻ നൗ നോ വാട്ട് ഇറ്റ് ഈസ് ഓൾ അബൌട്ട്? ഈ യുദ്ധത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണ്? ഈ യുദ്ധം കൊണ്ടൊക്കെ എന്താണ് നേടിയത്? ആർക്കെങ്കിലും വല്ല ഗെയിനും കിട്ടിയോ? സത്യത്തിൽ എന്തിനാണ് ഈ യുദ്ധങ്ങളൊക്കെ നടക്കുന്നത് എന്ന ആ ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങൾക്ക് തരുമെന്നേ ഉള്ളൂ എന്നാണ് ഇവിടെ സിവിലിയൻ്റെ പ്രേതം പറഞ്ഞു നിർത്തുന്നത്. അപ്പോൾ ഈ അവസാന ഭാഗത്തെ ഇങ്ങനെ ക്ലീൻ ആൻഡ് ഫെയർ ആയിട്ട് ട്രീറ്റ് ചെയ്യുമെന്ന് പറയുന്നതിൻ്റെ മറ്റൊരർത്ഥം എന്താണെന്ന് വെച്ചാൽ, ഈ യുദ്ധം നടക്കുന്ന സമയത്ത് പരിക്കുകളൊക്കെ പറ്റിയ സോൾജേഴ്സിനെ ആ നാട്ടുകാർ തന്നെ ആയിരിക്കും പ്രാഥമിക ഫസ്റ്റ് എയ്ഡ് ഒക്കെ കൊടുക്കുന്നത് അല്ലേ. ഇപ്പം സ്വന്തം നാട്ടിലെ ഒരു സോൾജറിന് എന്തെങ്കിലും വൂണ്ടൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ മുറിവൊക്കെ മരുന്നൊക്കെ വെച്ച് കെട്ടിക്കൊടുക്കുന്നതൊക്കെ ആ നാട്ടിലെ സിവിലിയൻസ് ആയിരിക്കും. പക്ഷേ ആ യുദ്ധത്തിൻ്റെ മൂർധന്യ അവസ്ഥയിൽ ഈ സോൾജേഴ്സ് അവരെ ശുശ്രൂഷിച്ച സിവിലിയൻസിനെ വരെ കൊല്ലാൻ നിർബന്ധിതരാവുകയാണ് ചെയ്യുന്നത്. അപ്പം അത് സോൾജേഴ്സിൻ്റെ നിസ്സഹായ അവസ്ഥയാണെന്ന് മനസ്സിലാക്കാനുള്ള ആ ഒരു പക്വത അവിടുത്തെ സിവിലിയൻസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആഫ്റ്റർ ലൈഫിൽ ഈ സിവിലിയൻ്റെ പ്രേതവും സോൾജറിൻ്റെ പ്രേതവും തമ്മിൽ കണ്ടുമുട്ടിയാൽ എന്നെ കൊന്നു എന്ന ആ ഒരു പക വെച്ചിട്ടൊന്നും സോൾജറിനെ ട്രീറ്റ് ചെയ്യില്ല, മറിച്ച് സാഹോദര്യം, ബ്രദർഹുഡ്, അതിൻ്റെയൊക്കെ ഒരു ഉയർത്തിക്കാട്ടൽ എന്ന രീതിക്ക് ആ സോൾജറിനെ നന്നായിട്ട് ട്രീറ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. സോൾജറിൻ്റെ മനസ്സിൽ എപ്പോഴും ഒരു കുറ്റബോധം ഉണ്ടാവും. കാരണം തനിക്ക് മുമ്പ് കണ്ട് പരിചയം പോലും ഇല്ലാത്ത നിരപരാധികളായിട്ടുള്ള ആൾക്കാരെ വരെ സംശയത്തിൻ്റെ പേരിൽ കൊന്നുകളയാൻ നിർബന്ധിതരാകുന്നവരാണ് സോൾജേഴ്സ്. അപ്പം ഒരുപാട് കുറ്റബോധമൊക്കെ ഉണ്ടാവും. അപ്പം അങ്ങനെ കുറ്റബോധം കൊണ്ട് വീർപ്പ് പൊട്ടി നടക്കുന്ന ഒരു സോൾജറിനെ ഞാൻ വീണ്ടും കൊല്ലില്ല എന്നാണ് ഇവിടെ സിവിലിൻ്റെ പ്രേതം പറഞ്ഞു വയ്ക്കുന്നത്. അപ്പോൾ ഈ പോയം എൻഡ് ചെയ്യുന്നത് ഒരു ചോദ്യത്തിലാണല്ലേ, സത്യത്തിലെ യുദ്ധങ്ങളുടെ ഒക്കെ ആവശ്യമുണ്ടോ? യുദ്ധം കൊണ്ടൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവുന്നുണ്ടോ? യുദ്ധം എപ്പോഴും നഷ്ടത്തിന് വഴിയൊരുക്കുന്ന ഒന്നാണല്ലേ. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് ഈസ് ആൻ ഔട്ട്ക്രൈ എഗെയിൻസ്റ്റ് വാർ ആൻഡ് ദ ഇൻസെൻസിറ്റിവിറ്റി ഓഫ് ഇറ്റ്സ് പെർപെട്രേറ്റേഴ്സ്. The people who carry out the orders of officials and kill each other in gruesome wars are sometimes clueless about what they are fighting for. ഈ സോൾജേഴ്സിൻ്റെ കാര്യം തന്നെ നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ അവർക്ക് സത്യത്തിൽ ഒരു ക്ലൂ ഇല്ല. എന്തിനു വേണ്ടി ഞാൻ ഫൈറ്റ് ചെയ്യുന്നു, ആർക്ക് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു, എനിക്കൊരു ഉപദ്രവം ചെയ്യാത്ത ആൾക്കാരെയാണ് ഞാൻ ഇങ്ങനെ കൊന്നു തള്ളിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അങ്ങനെ ഒരു കൺഫ്യൂസിങ് സ്റ്റേറ്റിൽ നിൽക്കുന്ന സോൾജേഴ്സിനെയാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം അങ്ങനെ യുദ്ധത്തിൻ്റെ ആ ഒരു മീനിങ്ലെസ്നെസ്, ഫ്യൂട്ടിലിറ്റി, അതിനോടൊക്കെ ഒന്ന് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ടാണ് ഈ പോയം തീരുന്നത്. അപ്പോൾ സോ അതാണ് ഈ ഒരു പോയം. ഇത് വായിച്ചിട്ട് എനിക്ക് മനസ്സിലായത് വെച്ച് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഇത് കേട്ടവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പം അത്രയേ ഉള്ളൂ കേട്ടോ.